ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ടു മാസ്റ്റർ പീസ്. ഇത് ഞാൻ നമ്മുടെ മാസ്റ്റർ പീസായിട്ടായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ക്യൂട്ട് വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ ബയേഴ്സാണ്. ഞാൻ വിന്നി ദ പൂവിൻ്റെ തീമിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിനെടുത്തിരിക്കുന്ന യാൺ 4-ply കോട്ടൺ യാണാണ്. ക്രോഷ്യ ഹുക്ക് സൈസ് 2.5 mm. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടന്നാലോ. നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഒരു മാജിക് സർക്കിൾ ഇട്ട് കൊടുക്കാം. ചെയിൻ 1, 6 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. നമുക്ക് ഈ മാജിക് സർക്കിളിൻ്റെ ഉള്ളിൽ സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, സിംഗിൾ ക്രോഷ്യ 3, സിംഗിൾ ക്രോഷ്യ 4, single crochet 5 and single crochet 6. ഇനി നമുക്ക് നമ്മുടെ റൗണ്ട് 2 സ്റ്റാർട്ട് ചെയ്യാം. റൗണ്ട് 2 സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയിലോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നില്ല. ഓരോ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യ വീതം. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2. സെക്കൻഡ് വണ്ണിലും സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2. തേർഡ് വണ്ണിൽ, ഫോർത്ത് വൺ, ഫിഫ്ത്ത് വൺ ആൻഡ് ലാസ്റ്റ് സിക്സ്ത് വൺ. സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സിംഗിൾ ക്രോഷ്യ 2. നമുക്കിത് ഒരു സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് റൗണ്ട് 3 സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് വൺ ഇൻക്രീസ് ആണ്. സിംഗിൾ ക്രോഷ്യ 1, സെയിം സ്പേസിൽ തന്നെ സിംഗിൾ ക്രോഷ്യ 2. നെക്സ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വണ്ണിൽ ഇൻക്രീസ് ആണ്. സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സിംഗിൾ ക്രോഷ്യ 2. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ റൗണ്ട് ഫുൾ ചെയ്തെടുത്തു. ലാസ്റ്റ് സ്റ്റിച്ച് മാർക്കറിലാണ് ചെയ്തത്. എഗെയിൻ നമ്മുടെ സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കാം. ഈ ഒരു റൗണ്ട് ടോട്ടൽ 18 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. റൗണ്ട് 4. ഫസ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് വണ്ണിലും 1 സിംഗിൾ ക്രോഷ്യ. തേർഡ് വൺ ഇൻക്രീസ് ആണ്. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഈ ഒരു റൗണ്ട് ടോട്ടൽ 24 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ റൗണ്ട് ഫിനിഷ് ചെയ്തു. നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് റൗണ്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് 3 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ 2 ആൻഡ് 3. നെക്സ്റ്റ് വൺ ഇൻക്രീസ് ആണ്. സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സിംഗിൾ ക്രോഷ്യ 2. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്യാം. ഈ ഒരു റൗണ്ട് ടോട്ടൽ 30 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ റൗണ്ടിന് 5-ലെത്തി. നെക്സ്റ്റ് റൗണ്ട് 6 ചെയ്യാം. ഫസ്റ്റ് 4 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ 4. നെക്സ്റ്റ് വൺ ഇൻക്രീസ് ആണ്. സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സിംഗിൾ ക്രോഷ്യ 2. ഈ ഒരു റൗണ്ടിൽ ടോട്ടൽ 36 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ട് കഴിഞ്ഞു. നെക്സ്റ്റ് റൗണ്ട് 7. ഫസ്റ്റ് 5 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ 1, 2, 3, 4 ആൻഡ് 5. നെക്സ്റ്റ് വൺ ഇൻക്രീസ് ആണ്. സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സിംഗിൾ ക്രോഷ്യ 2. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഈ റൗണ്ട് ടോട്ടൽ 42 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട്. ഞാനിപ്പോൾ ഈ റൗണ്ടിന് 5-ലെത്തി. ഇതോടുകൂടി നമ്മുടെ ഇൻക്രീസ് റൗണ്ട് ഫിനിഷായി. നെക്സ്റ്റ് റൗണ്ട് 18 till 13. 8, 9, 10, 11, 12, 13. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. ഇൻക്രീസ് ഒന്നുമില്ല. അങ്ങനെ ഓരോ റൗണ്ടിലും 42 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട്. അങ്ങനെ നമുക്ക് 8 till 13 വരെ ചെയ്തെടുക്കാം. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. ഞാനിപ്പോൾ ഇത് 13 റൗണ്ട്സ് ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ട് ഒരു ഡിക്രീസ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് 5 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ 1, 2, 3, 4, 5.
നെക്സ്റ്റ് വണ്ണിൽ ഒരു ഡിക്രീസാണ് സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഇൻവിസിബിൾ ഡിക്രീസ് ആട്ടോ ചെയ്യുന്നത്. അഗെയിൻ നെക്സ്റ്റ് 5 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ. 1 2 3 4 5. നെക്സ്റ്റ് വണ്ണിൽ ഒരു ഡിക്രീസ്. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിന് അഞ്ചിലെത്തി. ഈ ഒരു റൗണ്ട് ടോട്ടൽ 36 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ട് 15 സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് 4 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ. 1 2 3 4 and 5. നെക്സ്റ്റ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഈ ഒരു റൗണ്ടിൽ ടോട്ടൽ 30 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട്. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിന് അഞ്ചിലെത്തി. നെക്സ്റ്റ് റൗണ്ട് 16. ഫസ്റ്റ് 3 സ്റ്റിച്ചസിൽ നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 3. നെക്സ്റ്റ് വണ്ണിൽ ഒരു ഡിക്രീസ് സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഈ ഒരു റൗണ്ട് ടോട്ടൽ 24 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിന് അഞ്ചിലെത്തി. ഇനി നമുക്കിതിന് മുന്നേ നെക്സ്റ്റ് റൗണ്ട് പോകുന്നതിന് മുന്നേ ഇതിൻ്റെ ഐസും ഐബ്രോസും ഒക്കെ ചെയ്തു കൊടുക്കാം. റൗണ്ട് 11ൻ്റെയും 12ൻ്റെയും സെൻട്രലായിട്ട് നമുക്ക് ഐസ് ഇതുമാതിരി തുന്നി കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഐസ് വെച്ച് കൊടുത്തു. നോസ് നമുക്ക് ലാസ്റ്റ് വെച്ച് കൊടുക്കാം. അതിന് മുന്നേ കുറച്ച് ഫൈബർ ഫില്ലിങ്ങും നിറച്ച് കൊടുക്കാം. നെക്സ്റ്റ് റൗണ്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് 2 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് വണ്ണിൽ ഒരു ഡിക്രീസ്. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്യാം. ഈ ഒരു റൗണ്ടിൽ ടോട്ടൽ 18 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ അഞ്ചിലെത്തി. ഇനി 1 മോർ റൗണ്ട് ഡിക്രീസ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഇതാണ് നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഈ ഒരു റൗണ്ടിൽ ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. ഇവിടെ വരെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ അഞ്ചിലെത്തി. ഇനി നമുക്ക് ബോഡി പാർട്ട് സ്റ്റാർട്ട് ചെയ്യാം. ബോഡി പാർട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നെക്സ്റ്റ് റൗണ്ട് ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. അങ്ങനെ ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യ നമുക്ക് ചെയ്തെടുക്കാം. 4 5 6 7 8 9 10 11 12. നെക്സ്റ്റ് റൗണ്ട് അഗെയിൻ ഇൻക്രീസ് ആണ്. ഫസ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ. സെക്കൻഡ് വണ്ണിൽ ഇൻക്രീസ് ആണ്. സിംഗിൾ ക്രോഷ്യ 1. സെയിം സ്പേസിൽ തന്നെ സിംഗിൾ ക്രോഷ്യ 2. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്യാം. ഈ റൗണ്ട് ടോട്ടൽ 18 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ റൗണ്ടിൻ്റെ എൻഡിലെത്തി. നെക്സ്റ്റ് റൗണ്ടും അഗെയിൻ ഇൻക്രീസ് ആണ്. ഫസ്റ്റ് 2 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് വണ്ണിൽ ഇൻക്രീസ് സിംഗിൾ ക്രോഷ്യ 1. സെയിം സ്പേസിൽ തന്നെ സിംഗിൾ ക്രോഷ്യ 2. ഈ ഒരു റൗണ്ടിൽ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഈ ഒരു പാറ്റേണിൽ ഈ റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ടോട്ടൽ 24 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ റൗണ്ടിൻ്റെ എൻഡിലെത്തി. ഇനി നമുക്ക് ഇൻക്രീസ് ഇല്ല. നെക്സ്റ്റ് 6 റൗണ്ട്സ് ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. അങ്ങനെ ഓരോ റൗണ്ടിലും ടോട്ടൽ 24 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട്.
അങ്ങനെ നമുക്ക് 6 more റൗണ്ട്സ് ഇതുപോലെ ചെയ്തെടുക്കാം. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. ഞാനിപ്പോൾ ഇത് 6 more റൗണ്ട്സ് ചെയ്തെടുത്തു. ഫൈബർ ഫില്ലിങ് നിറച്ചു കൊടുത്തു. ഇനി നമുക്ക് ലെഗ് പാർട്ടിലോട്ട് കിടക്കാം. ലെഗ് പാർട്ട് ചെയ്യാനായിട്ട് രണ്ട് സൈഡിലും 12 കൗണ്ട് ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ 2 സെക്ഷനായിട്ടാണ് ലെഗ് പാർട്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ലെഗിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് എൻ്റെ വർക്ക് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. അതിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 12, ഇവിടെയും 12 ആണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്ത് കൊടുക്കാം. 12 സിംഗിൾ ക്രോഷ്യ 1 2 3 അങ്ങനെ 12 എണ്ണം ചെയ്തെടുക്കാം. ഇനി ഈ ഒരു റൗണ്ട് ചെയ്തതുപോലെ തന്നെ നമുക്ക് 5 more റൗണ്ട്സ് ചെയ്തെടുക്കാം. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ അങ്ങനെ 5 more റൗണ്ട്സ് ചെയ്തെടുക്കാം. ഞാൻ ചെയ്ത് കാണിച്ചു തരാം, എന്നിട്ട് നിങ്ങൾ തുടങ്ങിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഇതുവരെ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജിൽ ചോദിച്ചാൽ മതി, കമൻറ്റ് സെക്ഷനിൽ. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട് yarn to masterpiece, അതിൽ മെസ്സേജ് അയച്ചാലും മതി കേട്ടോ. ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് 5 more റൗണ്ട്സ് ചെയ്തെടുത്തു. നമുക്കിത് ഫൈബർ ഫില്ലിങ് വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് സിംഗിൾ ക്രോഷ്യ ടുഗദർ 6 times ചെയ്യാം. അപ്പോൾ ഇത് ക്ലോസ് ആയിക്കോളും. സിംഗിൾ ക്രോഷ്യ ടുഗദർ 1 2 3 4 5 6. ഇനി തൊട്ടപ്പുറത്തെ സ്റ്റിച്ചിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഒരു ലെങ്ത്തിൽ യാൺ കട്ട് ചെയ്യാം. ഇത് ക്ലോസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു പീസ് നമ്മുടെ നീഡിൽ കടത്തി തുന്നി കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ലെഗും ചെയ്തെടുക്കാം. സെയിം പാറ്റേണിൽ തന്നെ ഈ ഒരു ലെഗും ചെയ്തെടുക്കാം. 5 റൗണ്ട്സ് ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ, ലാസ്റ്റ് 6 സിംഗിൾ ക്രോഷ്യ ടുഗദർ. അങ്ങനെ നമുക്ക് ഈ ഒരു ലെഗും ഫിനിഷ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ലെഗും ഫിനിഷ് ചെയ്തു. സെയിം തന്നെ നേരത്തെ ചെയ്ത് സെയിം തന്നെ ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ ഹാൻഡ്സ് ചെയ്തെടുക്കാം. ഹാൻഡ്സ് ചെയ്യാനായിട്ട് മാജിക് സർക്കിൾ ഇടാം. ചെയിൻ 1 5 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. സിംഗിൾ ക്രോഷ്യ 1 2 3 4 and 5.
റൗണ്ട് 2 ചെയ്യാനായിട്ട് ഓരോ സ്റ്റിച്ചസിലും 2 സിംഗിൾ ക്രോഷ്യ വീതം, ടോട്ടൽ 10 സിംഗിൾ ക്രോഷ്യ. 1 2 3 and 4 5 and 6 7 and 8 9 and 10. ഇനി നെക്സ്റ്റ് 4 റൗണ്ട്സ് ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ, അങ്ങനെ 4 റൗണ്ട്സ് ചെയ്തെടുക്കാം. ഓരോ റൗണ്ടിലും 10 സിംഗിൾ ക്രോഷ്യ. ഞാൻ ചെയ്ത് കാണിച്ചു തരാം, എന്നിട്ട് നിങ്ങൾ തുടങ്ങിയാൽ മതി. 4 റൗണ്ട്സ് ഇതുപോലെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് 4 മോർ റൗണ്ട്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ട് ഒരു ഡിക്രീസ് ആണ്. ഫസ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വൺ ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ, നെക്സ്റ്റ് വൺ ഒരു സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വൺ സിംഗിൾ ക്രോഷ്യ ടുഗദർ, നെക്സ്റ്റ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വൺ ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ, ലാസ്റ്റ് വണ്ണിൽ 1 മോർ സിംഗിൾ ക്രോഷ്യ. ഇനി നമുക്ക് നെക്സ്റ്റ് 3 റൗണ്ട്സ് ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ, അങ്ങനെ 3 മോർ റൗണ്ട്സ് ചെയ്തെടുക്കാം. ഇതിൽ വേറെ ഡിക്രീസ് ഒന്നുമില്ല കേട്ടോ, ജസ്റ്റ് 3 റൗണ്ട്സ് ഇതുപോലെ ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. ഞാനിപ്പോൾ ഇത് 3 മോർ റൗണ്ട്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിത് ചേർത്ത് പിടിച്ചിട്ട് 2 സൈഡും ഒരുമിച്ച് സിംഗിൾ ക്രോഷ്യ ചെയ്ത് ഇത് ക്ലോസ് ചെയ്തെടുക്കാം. 4 ടൈംസ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആവും. 3 ആൻഡ് ലാസ്റ്റ് വണ്ണിൽ 4. ഈ ഒരു പാറ്റേണിൽ നമുക്ക് 1 മോർ ഹാൻഡ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ 2 എണ്ണം ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിനൊരു ചെറിയ നോസ് ചെയ്തെടുക്കാം. മാജിക് സർക്കിൾ ഇടുക, 6 സിംഗിൾ ക്രോഷ്യ, 4 5 6. ഇനി നെക്സ്റ്റ് നമുക്ക് ഓരോ ചെയിൻസിലും 2 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കാം. സിംഗിൾ ക്രോഷ്യ 1 and 2 3 and 4 5 and 6 7 and 8 9 and 10 11 and 12. നെക്സ്റ്റ് വണ്ണിലോട്ടൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫിനിഷ് ചെയ്യാം. ഇച്ചിരി ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്യാം. നമുക്കിത് ലാസ്റ്റ് തുന്നി പിടിപ്പിക്കാൻ ഈ ഒരു യാൺ വേണം. ഇനി ലാസ്റ്റ് ഇതിൻ്റെ ടെയിലിനായിട്ട് ചെയിൻ 1 5 സിംഗിൾ ക്രോഷ്യ, 1 2 3 4 5. ഇനി നമുക്ക് ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ തന്നെ ചെയ്തു പോവാം. ടോട്ടൽ 5 സിംഗിൾ ക്രോഷ്യ, 1 2 3 4 5. 5th വൺ ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് വണ്ണിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഒരു ലെങ്ത്തിൽ ഞാൻ കട്ട് ചെയ്യാം.
ഇനി നമുക്ക് 2 ഇയേഴ്സ് ചെയ്യണം. ഇയേഴ്സ് ചെയ്യാനായിട്ട് മാജിക് സർക്കിൾ ഇടാം. ചെയിൻ 2. ഇതിൻ്റെ ഉള്ളിലോട്ട് 6 ഹാഫ് ഡബിൾ ക്രോഷ്യേസ്. ഹാഫ് ഡബിൾ ക്രോഷ്യ ആയിട്ട് ചെയ്യുന്നത്. 6 എണ്ണം ചെയ്തെടുക്കാം. ടു 3 4 5 and 6. അഗെയിൻ ചെയിൻ 2 ചെയ്യാം. ഇതിൻ്റെ ഉള്ളിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച്. യാൺ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു ഇയറും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഹാർട്ട് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. മാജിക് സർക്കിൾ ഇടാം. ചെയിൻ 1 6 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. സിംഗിൾ ക്രോഷ്യ 1 സിംഗിൾ ക്രോഷ്യ 2 3 4 5 6. റൗണ്ട് 2 ഇൻക്രീസ് ആണ്. ഓരോ സ്റ്റിച്ചസിലും 2 സിംഗിൾ ക്രോഷ്യ. സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സെയിം സ്പേസിൽ തന്നെ സിംഗിൾ ക്രോഷ്യ 2. നെക്സ്റ്റ് വണ്ണിൽ സിംഗിൾ ക്രോഷ്യ 1 സിംഗിൾ ക്രോഷ്യ 2. അങ്ങനെ ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യ ഉണ്ട് കേട്ടോ ഈ ഒരു റൗണ്ടിൽ. ത്രീ ആൻഡ് 4 5 and 6 7 and 8 9 and 10 11 and 12. നെക്സ്റ്റ് റൗണ്ട് 3 ചെയ്യാം. റൗണ്ട് 3 ചെയ്യാനായിട്ട് നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ തെറ്റിപ്പോവും. റൗണ്ട് 3 ചെയ്യാനായിട്ട് ഫസ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് 1 ഇൻക്രീസ് ആണ്. സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സിംഗിൾ ക്രോഷ്യ 2. നെക്സ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് 1 ഇൻക്രീസ് 2. ഈ ഒരു പാറ്റേണിൽ ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി. നമുക്ക് നെക്സ്റ്റ് റൗണ്ട് ചെയ്യാം. റൗണ്ട് 4 and 5 ഇൻക്രീസ് ഇല്ല. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. അങ്ങനെ ഓരോ റൗണ്ടിലും 18 സിംഗിൾ ക്രോഷ്യ. റൗണ്ട് 4ഉം റൗണ്ട് 5ഉം നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 more റൗണ്ട്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് നമ്മുടെ യാൺ കട്ട് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ തന്നെ സെയിം പാറ്റേണിൽ ഒരെണ്ണം കൂടി ചെയ്തെടുക്കാം. അതിൻ്റെ യാൺ കട്ട് ചെയ്യരുത്. ഇതുപോലെ 1 more. ഞാനിപ്പോൾ ഇങ്ങനത്തെ 1 more ചെയ്തെടുത്തു. ഇപ്പോൾ 2 എണ്ണമായി. ഇനി നമുക്ക് ഇതും കൂടെ ജോയിൻ ചെയ്യാം. ഇതിങ്ങനെ പിടിക്കുക ഓപ്പോസിറ്റ് സൈഡിലോട്ട്. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ജോയിൻ ചെയ്തു. ഇനി നമുക്ക് ടുഗദർ 5 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യണം. സിംഗിൾ ക്രോഷ്യ 1 സിംഗിൾ ക്രോഷ്യ 2 സിംഗിൾ ക്രോഷ്യ 3 സിംഗിൾ ക്രോഷ്യ 4 സിംഗിൾ ക്രോഷ്യ 5. അപ്പോൾ നമ്മുടെ വർക്ക് ഇങ്ങനെയായി കണ്ടോ. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫുൾ റൗണ്ട് ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യണം. ഈ ഒരു 5 എണ്ണത്തിൽ നമ്മളിനി ഒന്നും ചെയ്യില്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കാം. ഇനി തെറ്റിപ്പോണ്ട. നെക്സ്റ്റ് റൗണ്ട് ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. അങ്ങനെ ടോട്ടൽ 26 സിംഗിൾ ക്രോഷ്യസ് ഉണ്ട്.
നമ്മളിപ്പോൾ ഇത് ജോയിൻ ചെയ്ത പാർട്ടിലെത്തി. ഇവിടെ നിന്ന് ഇതിലോട്ട് ചെയ്തു പോവാം. നെക്സ്റ്റ് വണ്ണിലോട്ട് എത്താം. നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുത്തെത്തി. ഈ ഒരു റൗണ്ട് 6 ഫിനിഷായി. നമുക്കിതുപോലെ 1 മോർ റൗണ്ട് 7 ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ, അങ്ങനെ ടോട്ടൽ 26 സിംഗിൾ ക്രോഷ്യേസ് ഫുൾ റൗണ്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ റൗണ്ട് 7 കഴിഞ്ഞു. റൗണ്ട് 8 ഓൺവേർഡ്സ് ഡിക്രീസ് ആണ്. ഫസ്റ്റ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. നെക്സ്റ്റ് 11 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ 1 2 3 4 5 6 7 8 9 10 11. നെക്സ്റ്റ് വണ്ണിൽ ഒരു ഡിക്രീസ് സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഇനി ബാക്കി 11 സ്റ്റിച്ചസ് ആണുള്ളത്. അതിലോട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ 3 4 5 6 7 8 9 10 11. ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ട് 9 സ്റ്റാർട്ട് ചെയ്യാം. റൗണ്ട് 9 സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് വണ്ണിൽ ഒരു ഡിക്രീസ്. നെക്സ്റ്റ് 4 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ 1 2 3 ആൻഡ് 4. ഇങ്ങനെ നമുക്ക് 4 ടൈംസ് ചെയ്തെടുക്കണം. ഈ ഒരു റൗണ്ടിൽ ടോട്ടൽ 20 സിംഗിൾ ക്രോഷ്യ ഉണ്ട്. ഒരു ഡിക്രീസ് ചെയ്യുക, 4 സിംഗിൾ ക്രോഷ്യ 3 4. ഇങ്ങനെ നമുക്കിപ്പോൾ 2 ടൈംസ് കഴിഞ്ഞ് ഇനി 2 മോർ റൗണ്ട്സ് ഇതുപോലെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ട് ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് റൗണ്ട് 10 സ്റ്റാർട്ട് ചെയ്യാം. റൗണ്ട് 10 ചെയ്യാനായിട്ട് ഫസ്റ്റ് വണ്ണിൽ ഒരു ഡിക്രീസ്. നെക്സ്റ്റ് 3 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ 1 2 3. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഈ ഒരു റൗണ്ട് ടോട്ടൽ 16 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി. ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ട് 11. ഫസ്റ്റ് വണ്ണിൽ ഒരു ഡിക്രീസ്. നെക്സ്റ്റ് 2 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ. അങ്ങനെ നമുക്ക് 4 ടൈംസ് ചെയ്യണം. ഈ ഒരു റൗണ്ട് ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ഫൈബർ ഫില്ലിങ് നിറച്ചു കൊടുത്തു കേട്ടോ. ഈ ഒരു റൗണ്ട് ഫിനിഷ് ആയപ്പോൾ ഈ നെക്സ്റ്റ് റൗണ്ട് ഫസ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. വൺ സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഇങ്ങനെ നമുക്ക് ഈ ഒരു റൗണ്ടും കൂടെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ അഞ്ചിലെത്തി. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാനായിട്ട് സിംഗിൾ ക്രോഷ്യ ടുഗദർ മാത്രം ചെയ്തു പോകാം. 3 ടൈംസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആവും. സിംഗിൾ ക്രോഷ്യ 1 ടുഗദർ 2 and last one.
തൊട്ടപ്പുറത്ത് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് യാൺ കട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ഹാർട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു ബോ കൂടെ ചെയ്യണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ബോ ചെയ്യാനായിട്ടൊരു മാജിക് സർക്കിൾ ഇടാം. ചെയിൻ 2. ഇതിൻ്റെ ഉള്ളിലോട്ട് 3 ഡബിൾ ക്രോഷ്യ. 1 2 3. അഗെയിൻ ചെയിൻ 2. സെയിം സർക്കിളിൻ്റെ ഉള്ളിലോട്ടൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. Again chain 2, 3 double crochet 1 2 3. chain 2 ഇതിൻ്റെ ഉള്ളിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച്. എല്ലാം ഈ സർക്കിളിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ ചെയ്തത്. ഇനി ഇത് വലിച്ചു കഴിഞ്ഞാൽ ഇത് ബോർഡർ ഷേപ്പായി. ഇനി നമുക്കിതെല്ലാം കൂടെ അസംബിൾ ചെയ്തെടുക്കാം. നമ്മൾ ഈ ബോഡി ചെയ്തതുപോലെ തന്നെ ഒരെണ്ണം കൂടിയും ചെയ്തെടുക്കണം കേട്ടോ. സെയിം. നോസുമ്മ ഞാൻ ഇതുപോലെ ഒരു എംബ്രോയ്ഡറി പാറ്റേണും കൂടെ ചെയ്തിട്ടുണ്ട്. ടെയിൽ, 2 ഇയേഴ്സ്. ഇതുപോലെ നമുക്ക് ഫുൾ അസംബിൾ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ബയേഴ്സിനെയും ഒരുമിച്ച് അസംബിൾ ചെയ്തു. ഇയേഴ്സ്, ഹാൻഡ്സ്, ഹാർട്ട് ഗമ്മ് വെച്ച് അറ്റാച്ച് ചെയ്യുക ചെയ്തത്. ഈ 2 ബയേഴ്സിന് ഇതുപോലെ ബാക്ക് സൈഡിൽ ഇവിടെ ഗമ്മ് വെച്ച് അറ്റാച്ച് ചെയ്തു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.